ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2024-25 വർഷത്തെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, തൊഴിൽ ഉത്കൃതിത വിദ്യാഭ്യാസത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒന്നാമത്തേത് താഴെ പറയുന്നവയിൽ അത്ലറ്റിക് മത്സരങ്ങൾ നടത്തപ്പെടുന്ന പ്രതലം ഏത്? എ സിന്തറ്റിക്, ബി ടർഫ്, സി തടിപ്രതലം, ഡി കോൺക്രീറ്റ് പ്രതലം. ഏതാണ്? സിന്തറ്റിക് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തേത് ലിഗ്മെന്റിന് സംഭവിക്കുന്ന പരിക്ക് ഏത്? ഫ്രാക്ചർ, ഡിസ്ലൊക്കേഷൻ, സ്പ്രെയിന്, ബ്ലിസ്റ്റേഴ്സ്. ഏതാണ്? സ്പ്രെയിൻ ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പ്രെയിൻ ആണ്. 3 കായിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായി നടത്തേണ്ട പ്രവർത്തനം ഏത്? കൂളിംഗ് ഡൗൺ, സ്ട്രെസ്, പുനഃപ്രാപ്തി, വാമിംഗ് അപ്പ്. ഏതാണ്? വാമിംഗ് അപ്പാണ് ശരിയായിട്ടുള്ള ഉത്തരം. 4 ശരീരഘടന നിർവചിക്കുന്നതിനുള്ള മാർഗം ഏത്? BMI, പുഷപ്പ്, ഷട്ടിൽ റണ്ണ്, സീറ്റ് ആൻഡ് റീച്ച്. ഏതാണ്? BMI ആണ്. ഓക്കെ, BMI ആണ്. ഇനി 5ാമത്തെ ചോദ്യം, ശരീര പോഷണത്തിന് സഹായിക്കുന്ന പോഷക ഘടകമാണ് അന്നജം, മാംസ്യം, ധാതുക്കൾ, കൊഴുപ്പ്. ഏതാണ്? മാംസ്യമാണ്. ഇതും ഇന്നലെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 6ാമത്തേത് വിവിധ പ്രതലങ്ങളും അതിന് അനുയോജ്യമായ കായിക ഇനങ്ങളും രേഖപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയാം, ക്ലേ കോർട്ട് ഫുട്ബോൾ, ടെന്നീസ് എന്നിവ നടത്തുന്നതിനാണ്. പുൽമൈതാനം ഫുട്ബോൾ, ടെന്നീസ്, ക്രിക്കറ്റ് എന്നിവക്കാണ്. സിന്തറ്റിക് നമ്മൾ അത്ലറ്റിക്, അതുപോലെ തന്നെ ഷട്ടിൽ, ബാഡ്മിൻ്റൺ ഇതിനൊക്കെയാണ്. തടിപ്രതലം എന്ന് പറയുന്നത് ബാസ്കറ്റ് ബോൾ, വോളിബോൾ, ഷട്ടിൽ, ബാഡ്മിൻ്റൺ എന്നിവ കളിക്കുന്നതിനാണ്. ടർഫ് ഫുട്ബോൾ, റഗ്ബി, ഹോക്കി എന്നിവ കളിക്കുന്നതിനും. മാറ്റ് കബഡി, ജൂഡോ, ഗുസ്തി എന്നിവ കളിക്കുന്നതിനുമാണ്. 7ാമത്തേത് സമൂഹത്തിൽ എല്ലാ തലത്തിലുമുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കായിക പ്രവർത്തനങ്ങളിലൂടെ നേടാവുന്ന മൂല്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് സമത്വം, പരസ്പര സഹകരണം, ഉൾച്ചേരൽ, കൂട്ടായ്മ, ജീവിത നൈപുണ്യം ആർജിക്കൽ, ശാരീരിക ശേഷി കൈവരിക്കൽ തുടങ്ങിയവയൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി അടുത്തത് 8ാമത്തെ ചോദ്യമാണ്, പേശി വലിവ് എന്നാൽ എന്താണ്? പേശികളുടെ സങ്കോചവും വികാസവും നടക്കുന്നതിലൂടെയാണ് ചലനങ്ങൾ സാധ്യമാകുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ വേദനാജനകവും അതുപോലെ തന്നെ അനൈച്ഛികവുമായ സങ്കോചം പേശികളിൽ സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ പേശി വലിവ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞതാണ്. ഇനി ഹിറ്റ് എന്ന കളിയിലൂടെ ആർജിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മാനസികോല്ലാസം, ആശയവിനിമയ ശേഷി, നേതൃഗുണപാഠവം, പരസ്പര ധാരണ എന്നിവയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി 11, 12 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. 11 പ്രഥമ ശുശ്രൂഷയിലെ PRICE പ്രൈസ് എന്നാൽ എന്ത്? വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കൂട്ടുകാരെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? P എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റ്, R എന്ന് പറഞ്ഞാൽ റെസ്റ്റ്, I എന്ന് പറഞ്ഞാൽ ഐസ്, C എന്ന് പറഞ്ഞാൽ കംപ്രസ്, E എന്ന് പറഞ്ഞാൽ എലിവേറ്റ്. ഓക്കെ, അഥവാ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ പരിക്കിൻ്റെ കാഠിന്യം കൂടാതെ സംരക്ഷിക്കുക. റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്രമിക്കാൻ അനുവദിക്കുക. ഐസ് എന്ന് പറഞ്ഞാൽ പരിക്ക് പറ്റിയ തുണിയിൽ ഐസ് പൊതിഞ്ഞു വെക്കുക. കംപ്രസ് എന്ന് പറഞ്ഞാൽ പരിക്കേറ്റ ഭാഗം നമ്മൾ ബാൻഡേജ് കൊണ്ട് അമർത്തിക്കെട്ടുക. എലിവേറ്റ് എന്ന് പറഞ്ഞാൽ നീര് കുറയ്ക്കുന്നതിനായി പരിക്കേറ്റ ഭാഗം ഉയർത്തി വെക്കുക. ഓക്കെ, സോറി, ഇതിലെ 10ാമത്തെ ചോദ്യം പറയാൻ മറന്നു. യോഗ ഒളിമ്പ്യാഡ് എന്താണെന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അഥവാ രാജ്യത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് യോഗയിൽ പ്രതിഭാധനരായ കുട്ടികളെ കണ്ടെത്തി പരിപോഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് യോഗ ഒളിമ്പ്യാഡ് എന്ന് പറയുന്നത്. 12 ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങൾക്ക് പദസൂര്യം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആരോഗ്യ സംബന്ധമായ കായികക്ഷമതാ ഘടകങ്ങൾ പേശിക്ഷമത, പിന്നെന്തൊക്കെയാണുള്ളത്? പേശി ശക്തി. ഓക്കെ, പേശി ശക്തി, അതുപോലെ തന്നെ ഹൃദയ ശ്വസന ക്ഷമത, അതുപോലെ അയവ്, ശരീര അനുപാതം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഇനി അടുത്തത് കലാവിദ്യാഭ്യാസമാണ്. ആരോഗ്യ വിദ്യാഭ്യാസം കഴിഞ്ഞു. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. ഒന്നാമത്തേത് 1886 ജോർജ് സൂറയും പോൾ സിഗ്നയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ചിത്രരചനാ ശൈലിയാണ് പോയിന്റലിസം.
സർറയിലിസം, ഇംപ്രഷനിസം, ദാദായിസം. ഏതാണ്? പോയിന്റലിസമാണ് ഉത്തരം എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു അനുഷ്ഠാന നൃത്തരൂപത്തിന്റെ ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ നൃത്തരൂപത്തിന്റെ പേരെന്ത്? പരിചമുട്ടുകളി, തെയ്യം, കുമ്മാട്ടിക്കളി, പടയണി. ഇതേതാണ്? തെയ്യമാണ്. ഓക്കെ, തെയ്യത്തിന്റെ പിക്ചറാണിത്. അടുത്തത് 2020 മികച്ച ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ പ്രശസ്ത നാടൻ പാട്ടു കലാകാരിയുടെ ചിത്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ ഗായിക ആര്? എസ് ജാനകി, ബി സുശീല, സി നഞ്ചിയമ്മ, കെ എസ് ചിത്ര. ആരാണിത്? നഞ്ചിയമ്മയാണ്. ഇനി 4 ദൃശ്യം ചിത്രീകരിക്കുന്നതിന് സഹായകമായി വരയ്ക്കുന്ന ചിത്രങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. എഡിറ്റിംഗ്, സ്റ്റോറി ബോർഡ്, ഛായാഗ്രഹണം, ചമയം. ഏതാണ്? സ്റ്റോറി ബോർഡാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. 5 അഭിനയിക്കുന്ന ഇടം പൂർണ്ണമായും പ്രേക്ഷകരാൽ ചുറ്റപ്പെടുന്ന രംഗവേദിയാണ് ഡാഷ്. സാൻഡ്വിച്ച്, പ്രൊസീനിയം, അരീന, ബാക്ക് സ്റ്റേജ്. ഏതാണ്? അരീന എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആയിട്ടുള്ള അരീന എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 3 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 6ാമത്തേത് കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികൾ ഏതെങ്കിലും 2 സംഗീതജ്ഞരുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണുള്ളത്? ശ്യാമശാസ്ത്രികൾ, ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ. ഇവരുടെ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേരെഴുതിയാൽ മതി. ഇനി 7 ഇന്ത്യയിലെ പ്രശസ്തമായ 2 ഗുഹാചിത്രങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെ ഗുഹയാണുള്ളത്? അജന്ത ഗുഹാചിത്രങ്ങൾ, ബാഗ് ഗുഹാചിത്രങ്ങൾ, ബദാമി ഗുഹാചിത്രങ്ങൾ. ഓക്കെ, ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേര് എഴുതിയാൽ മതി. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി ഭാവം എഴുതുക. എ എന്ന് പറയുന്നത് ഏതാണ്? സന്തോഷമാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സന്തോഷമാണ്. ബി എന്ന് പറയുന്നത് സങ്കടമാണ്. ഇനി മൂവിംഗ് പിക്ചർ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക. ഏതാണ്? മൂവിംഗ് പിക്ചറിന് ഉദാഹരണമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമ. ഇനി ഏതെങ്കിലും ഒരു സിനിമയുടെ പേരെഴുതിയാൽ മതി. 10 പാവനാടകത്തിലുള്ള വിരൽപ്പാവയെ കുറിച്ച് അറിയാമല്ലോ. മറ്റേതെങ്കിലും 2 പാവനാടകത്തിൽ ഉപയോഗിക്കുന്ന പാവകളുടെ പേരെഴുതുക. ഇന്നലെ പറഞ്ഞതാണ്. ഏതൊക്കെയാണ്? വടിപ്പാവ, അതുപോലെ തന്നെ കയ്യുറപ്പാവ, നൂൽപ്പാവ. ഓക്കെ, ഇതിലേതെങ്കിലും 2 എണ്ണത്തിൻ്റെ പേര് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി അടുത്തത് 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ 1 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 11 പ്രശസ്ത കഥകളി നടൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാന്റെ നവരസങ്ങളുടെ ചിത്രമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. നവരസങ്ങളിൽ ഏതു രസമാണ് ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക. ഓക്കെ, ഇതിൽ എ എന്ന് പറയുന്നത് ശാന്തമാണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ശാന്തമാണ്. ബി എന്ന് പറയുന്നത് ഏതാണ്? ശൃംഗാരമാണ്. ഇനി സി എന്ന് പറയുന്നത് രൗദ്രമാണ്. ഇനി ഡി എന്ന് പറയുന്നത് ഭയാനകമാണ്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഇനി 12 സന്ധ്യാസമയത്ത് അച്ഛനമ്മമാരോടൊപ്പം കടൽ തീരത്തെത്തിയ മിക്കു ആകാശത്തിലെ നിറവ്യത്യാസങ്ങൾ കണ്ട് സന്തോഷവാനായി. ഈ ആകാശ കാഴ്ച ചിത്രീകരിച്ച് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ ആവശ്യമായിട്ടുള്ള നിറങ്ങളോട് കൂടിയിട്ട് വരച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 13 സംഘഗാനാലാപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതെങ്കിലും 5 എണ്ണം എഴുതാൻ വേണ്ടി പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. 1 ശബ്ദ ഏകീകരണം, ഉച്ചാരണ ശുദ്ധി, താളം, സംഘബോധം, അനുയോജ്യമായ ശ്രുതി എന്നിവയൊക്കെ ആയിരുന്നു. 14 പുലിക്കളിയുടെ മുഖംമൂടി കണ്ടിട്ടുണ്ടല്ലോ. ഇതുപോലെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന 5 മുഖംമൂടികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണുള്ളത്? ജോക്കർ, അതുപോലെ തന്നെ സ്പൈഡർമാന്, പടയണി, കുമ്മാട്ടി. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഇത്തരത്തിലുള്ള മുഖംമൂടികൾ എന്ന് പറയുന്നത്. 15 സിനിമയും നാടകവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? സിനിമ എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്നു. നാടകം എന്ന് പറയുന്നത് പ്രേക്ഷകനുമായി നേരിട്ട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ സിനിമയിൽ കൂടുതൽ ഭംഗിയാക്കാൻ കൂടുതൽ എഡിറ്റിംഗ് സാധ്യതയുണ്ട്. നാടകം ഓരോ വേദിയിലും വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ അവസരമുണ്ട്. സിനിമ ഒരേ സമയം വിവിധ സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നു. സിനിമയിൽ ആനിമേഷൻ സാധ്യതകൾ ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് തൊഴിൽ ഉത്കൃതിത വിദ്യാഭ്യാസമാണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഒന്നാമത്തേത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാലഡുകൾ പോഷക സമൃദ്ധമാക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഏത്? പുതിന, മല്ലിയില, മൈക്രോ ഗ്രീനുകൾ, മുരിങ്ങയില. ഏതാണ് കൂട്ടുകാരെ? മൈക്രോ ഗ്രീനുകളാണ്. ഇനി 2 നാരുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുത്തി, കമ്പിളി, പട്ട്, റയോണ്. ഏതാണ്? പരുത്തിയാണ്. ഇനി 3 വെർട്ടിക്കൽ ഫാമിംഗ് സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ദ്രവ്യ രൂപത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരെന്ത്? ഇറിഗേഷൻ, ഗ്രീൻ ഭിത്തി, ലൈവ് ഭിത്തി, ഫെർട്ടിഗേഷൻ. ഏതാണ്? ഫെർട്ടിഗേഷൻ എന്നുള്ളതാണ്.
ഇനി അടുത്തത് നോക്കാം നമുക്ക്. 4 നമ്മുടെ രാജ്യത്തിൻ്റെ കറൻസി രൂപയാണ്. യുവാൻ കറൻസിയായി ഉപയോഗിക്കുന്ന രാജ്യം ഏതാണ്? ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അമേരിക്ക. ഏതാണ്? ചൈനയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സൈഡ്രോ ബോർഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു ഏത്? പേപ്പർ ബൾബ്, ചകിരിച്ചോറ്, പ്ലാസ്റ്റിക്, വൈക്കോൽ ബൾബ്. ഏതാണ്? വൈക്കോൽ ബൾബാണ്. ഇനി 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 6ാമത്തേത് മുകളിൽ തന്നിരിക്കുന്ന വാൾ ഹാങ്ങിങ് നിർമ്മിക്കാൻ ആവശ്യമായ 4 സാധന സാമഗ്രികളുടെ പേരെഴുതുക. ഏതൊക്കെയാണ് കൂട്ടുകാരെ? മുള, കമ്പ്, മുത്ത്, ചിരട്ട, വുളൻ നൂല്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഇനി 7ാമത്തേത് പാചക മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോളിസ്റ്റർ വസ്ത്രം ധരിച്ച വന്ന മനുവിനോട് ടീച്ചർ പരുത്തി വസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? പോളിസ്റ്റർ തീയുടെ സാന്നിധ്യത്തിൽ പെട്ടെന്ന് ഉരുകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പരുത്തി വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞത്. പരുത്തി വസ്ത്രങ്ങൾ പെട്ടെന്ന് കത്തുകയില്ല. 8 ബിനുവിൻ്റെ സ്കൂളിൽ മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കണ്ടെയ്നറിൻ്റെ അടിവശത്ത് ചകിരി ബെഡ് തയ്യാറാക്കണം. മുകളിൽ നേർത്ത പാളി തരിമണൽ വിതറുക. ചകിരിച്ചോറ് നിരത്തുക. ജൈവാവശിഷ്ടം നിക്ഷേപിച്ച് 15 ദിവസത്തിന് ശേഷം ആവശ്യത്തിന് മണ്ണിരകളെ നിക്ഷേപിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. 9 യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. നിങ്ങൾ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ബ്രോഷർ തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 1 വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സവിശേഷത മനസ്സിലാക്കണം. അതിന്റെ ചരിത്രം, കാഴ്ചകൾ, എങ്ങനെ എത്തിച്ചേരാം, എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇനി 10ാമത്തേത് അനുയോജ്യമായവ ചേർത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് പാച്ച് വർക്കാണ്. അതുപോലെ 2ാമത്തേത് ബി എന്ന് പറയുന്നത് സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ്. 3 സി എന്ന് പറയുന്നത് റൈറ്റിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ്. ഡി എന്ന് പറയുന്നത് ബൾബുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വരച്ചു ചേർക്കേണ്ടത്. ഇനി 11, 12 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതുക. 11ാമത്തേത് ചെലവ് കുറഞ്ഞതും പോഷക സമ്പുഷ്ടവുമായ മൈക്രോഗ്രീനുകൾ വളർത്തിയെടുക്കാൻ ആവശ്യമായ സാധന സാമഗ്രികൾ ലിസ്റ്റ് ചെയ്ത് പ്രവർത്തനം വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. നമ്മൾ വിത്ത് നമ്മുടെ ടിഷ്യൂ പേപ്പറിൽ എന്തിനേലും നനച്ച് വെക്കുക. എന്നിട്ട് അത് മുളച്ച് വരുന്നതൊക്കെ നമ്മൾ എഴുതി കൊടുക്കേണ്ടതാണ്. ഇനി 12 താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കൂ. അഖിൽ സ്വന്തമായി നിർമ്മിച്ച റൈറ്റിംഗ് ബോർഡ് നിങ്ങൾ കണ്ടില്ലേ? റൈറ്റിംഗ് ബോർഡ് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ എന്തെല്ലാം? നിർമ്മിക്കുന്ന രീതിയും എഴുതണം. ഓക്കെ, അപ്പോൾ അതും ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല മാർക്ക് തന്നെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.